ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച കേസിന് പിന്നില് ചില വമ്പന്മാരുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചതിന്റെ പിന്നിലെ പൊരുള് ഇപ്പോൾ വ്യക്തമാവുകയാണ്. ഇത് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇപ്പോൾ ആ വഴിക്കാണ് നീങ്ങുന്നത്. ശബരിമല സന്നിധാനത്തു നിന്ന് ദ്വാരപാലക ശില്പങ്ങളെയും അതുപോലെ കട്ടിളപ്പടിയെയും ഒക്കെ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികൾ എങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുപോയത്? ഇപ്പോഴാണ് അതിനൊരു വ്യക്തത കൈവരുന്നത്. ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരുന്നത് സന്നിധാനത്ത് വെച്ച് തന്നെ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ഇതൊക്കെ സ്വർണം പൂശാനാണ്. കാരണം അതുവരെ മനസ്സിലാക്കിയിരുന്നത്, അല്ലെങ്കിൽ അതുവരെ പറഞ്ഞിരുന്നത്, ഈ സ്വർണ്ണപ്പാളികളുടെ തിളക്കം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മിനുക്കം നഷ്ടപ്പെട്ടു, അതുകൊണ്ട് അതൊന്നുകൂടി ഒന്ന് സ്വർണം പൂശണം എന്നാണ്. പക്ഷെ ഇത് പുറത്തു കൊണ്ടുപോകാൻ ആഗ്രഹിച്ചവരുടെ ഉദ്ദേശം അഥവാ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് പുറത്തു കൊണ്ടുപോയി ഈ യഥാർത്ഥ സ്വർണം ഉരുക്കി വിൽക്കുകയോ മറിച്ചു വിൽക്കുകയോ ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ദേവസ്വം ബോർഡിന്റെ തീരുമാനം പറഞ്ഞല്ലോ, സന്നിധാനത്ത് വെച്ച് തന്നെ അതിന് സ്വർണം പൂശണമെന്നാണ്. ആ തീരുമാനത്തിന്റെ മിനിറ്റ്സിൽ അതാണ് പറഞ്ഞിരുന്നത്. ആ മിനിറ്റ്സ് പ്രിന്റ് ചെയ്ത് അതില് പ്രസിഡന്റും 2 അംഗങ്ങളും ഒപ്പുവെച്ചിരുന്നു. പക്ഷെ പിന്നീട് പ്രസിഡന്റ് എന്ത് ചെയ്തു? നമ്മുടെ പത്മകുമാർ അത് തിരുത്തി, അതിന് വെട്ടി, എന്നിട്ട് അതിന്മേൽ പച്ചമഷി കൊണ്ട് എഴുതി ഈ പാളികൾ പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാൻ തീരുമാനിച്ചിരുന്നു എന്ന്.